ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫിലിം സ്റ്റോറി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയ ഹൈഡി എന്ന ആനിമേഷൻ മൂവിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഹൈഡി ഒരു കുഞ്ഞായിരിക്കുമ്പോഴേ അവളുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും കാലം അവൾ അമ്മായിയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. പക്ഷേ അവളുടെ അമ്മായിക്ക് ഫ്രാങ്ക്ഫർട്ട് നഗരത്തിലെ വലിയ സമ്പന്നരുടെ വീട്ടിൽ ജോലി കിട്ടിയതുകൊണ്ട് ഹൈഡിയെ അവളുടെ മുത്തശ്ശൻ്റെ അടുത്താക്കാൻ തീരുമാനിക്കുകയാണ്. പോകുന്ന വഴിയിൽ അമ്മായി ഒരു സ്ത്രീയോട് സംസാരിച്ചു നിൽക്കുമ്പോൾ ഹൈഡി പീറ്റർ എന്ന പയ്യൻ ആടുകളെയും കൊണ്ട് മല കയറുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അവളുടെ ബാഗും കട്ടിയുള്ള ഡ്രസ്സും കാരണം പീറ്ററിൻ്റെ അടുത്ത് എത്താത്തത് കൊണ്ട് അവൾ അതൊക്കെ അഴിച്ചു വെച്ച് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അവളുടെ അമ്മായി അവളെ അന്വേഷിച്ച് അവിടെ എത്തുകയാണ്. ഹൈഡിയോട് അവളുടെ ഡ്രസ്സും ബാഗും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അമ്മായി പീറ്ററിനോട് അതെടുത്ത് കൊണ്ടുവന്നാൽ പൈസ തരാമെന്ന് പറയുമ്പോൾ അവൻ അതെടുത്ത് കൊടുക്കുകയാണ്. അമ്മായി ഹൈഡിയുടെ മുത്തശ്ശൻ്റെ വീട് എവിടെയാണെന്ന് പീറ്ററിനോട് ചോദിക്കുമ്പോൾ താനും അങ്ങോട്ടാണെന്ന് അവൻ പറയാണ്. അങ്ങനെ അവർ മുത്തശ്ശൻ്റെ വീട്ടിലെത്തി അമ്മായി കാര്യം പറയുമ്പോൾ മുത്തശ്ശൻ ആദ്യം വിസമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഹൈഡി അവിടെ നിർത്താൻ സമ്മതിക്കുകയാണ്. അമ്മായി യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയ ശേഷം മുത്തശ്ശൻ ഹൈഡിക്ക് തൻ്റെ വീട് കാണിച്ചു കൊടുക്കുകയാണ്. ഹൈഡിക്ക് കിടക്കാനുള്ള കിടക്കയൊക്കെ വിരിക്കാൻ അവളെ മുത്തശ്ശൻ സഹായിക്കുകയാണ്. ശേഷം അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വൈകുന്നേരം പീറ്റർ ആടുകളെയും കൊണ്ട് മലയിറങ്ങി വരുമ്പോൾ ഹൈഡി അവനെ കളിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മുത്തശ്ശൻ്റെ രണ്ടാടുകളെയും കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അതിന് കാരണം അവൻ അവൻ്റെ ജോലിയിൽ ബിസി ആയതുകൊണ്ടാണെന്ന് മുത്തശ്ശൻ പറയാണ്. എന്നിട്ട് ഹൈഡിക്ക് തൻ്റെ രണ്ടാടുകളെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ലിറ്റിൽ ബിയറും ലിറ്റിൽ സ്വാനും. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ പീറ്റർ മുത്തശ്ശൻ്റെ ആടുകളെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഹൈഡി അവനോട് നിനക്ക് ഈ ആടുകളെ ഫ്രണ്ട്സായി കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ ഞാനിതുവരെ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല എന്ന് പീറ്റർ പറയാണ്. പീറ്ററിൻ്റെ കൂടെ മലമുകളിലേക്ക് പോവാൻ ഹൈഡിയെ മുത്തശ്ശൻ സമ്മതിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കഴിക്കാൻ ഭക്ഷണവും കൊടുക്കുകയാണ്. അങ്ങനെ അവർ മലമുകളിലെത്തി പൂക്കൾ പറിക്കുകയും ആട്ടിൻകുട്ടികൾക്കൊപ്പം കളിക്കുകയും ചെയ്യാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് പീറ്റർ ഒന്ന് മയങ്ങുകയാണ്. ഹൈഡിയുടെ നിലവിളി കേട്ട് അവൻ ഞെട്ടി എണീക്കുകയാണ്. മുത്തശ്ശൻ്റെ ആടായ ലിറ്റിൽ സ്വാൻ മലയുടെ ഒരറ്റത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് താഴേക്ക് വീഴാൻ പോയതും പീറ്റർ അതിൻ്റെ കാലിൽ പിടിക്കുകയാണ്. ഹൈഡിയും പീറ്ററും കൂടി ലിറ്റിൽ സ്വാനെ ഒരു വിധത്തിൽ വലിച്ചു കയറ്റുകയാണ്. വൈകുന്നേരം സൂര്യാസ്തമയമൊക്കെ കണ്ട് ഹൈഡി അവിടെ ഒരുപാട് ഇഷ്ടമാവുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി മഞ്ഞുകാലമാവുകയാണ്. പീറ്റർ ഹൈഡിയെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. പിറ്റേന്ന് മുത്തശ്ശൻ ഹൈഡിയെ പീറ്ററിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. പീറ്ററിന് ഒരു മുത്തശ്ശി മാത്രമാണുള്ളത്. മുത്തശ്ശി ഹൈഡിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് വന്നതെന്നൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷേ അവൾ അവരുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നത് കണ്ട് എന്തുകൊണ്ടാണെന്ന് ഹൈഡി ചോദിക്കുമ്പോൾ തനിക്ക് കണ്ണ് കാണില്ലെന്ന് മുത്തശ്ശി പറയാണ്. ഇവിടെ മൊത്തം ഇരുട്ടായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് കർട്ടൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്നാലും തനിക്ക് കണ്ണ് കാണില്ലെന്ന് മുത്തശ്ശി പറയാണ്. എന്നാൽ മെഴുകുതിരി കത്തിക്കാമെന്ന് ഹൈഡി പറയുമ്പോൾ ഈ ലോകത്തെ എല്ലാ മെഴുകുതിരി കത്തിച്ചാലും തനിക്ക് കാണാൻ സാധിക്കില്ലെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ കൂടെ സമയം ചിലവഴിച്ച് വൈകുന്നേരമായപ്പോൾ മുത്തശ്ശൻ അവളെ കൊണ്ടുപോവാണ്. ഹൈഡി മുത്തശ്ശനോട് നാളെ ടൂൾസുമായി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരണം. മുത്തശ്ശിയുടെ വീടിൻ്റെ ജനൽ ഇളകിയിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദം കാരണം മുത്തശ്ശിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയാണ്. മുത്തശ്ശൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. പിറ്റേന്ന് ശരിയാക്കി കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ 1-2 വർഷം കടന്നു പോവാണ്. ഒരു വൈകുന്നേരം ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഹൈഡിയുടെ അമ്മായി അവളെ കൊണ്ടുപോകാൻ വരുവാണ്. ഹൈഡിക്ക് വേണ്ടി താനൊരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മാമിൻ്റെ സുഹൃത്താണ്. അവരുടെ മോൾക്ക് കൂട്ടിനാണെന്ന് പറയാണ്. പക്ഷേ മുത്തശ്ശൻ അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഹൈഡിയുടെ ലീഗൽ ഗാർഡിയൻ അമ്മായി ആയതുകൊണ്ട് അവരവളെ കൊണ്ടുപോവാണ്. അങ്ങനെ അവർ ഫ്രാങ്ക്ഫർട്ടിലെ ആ വലിയ വീട്ടിലെത്തുകയാണ്. ക്ലാര എന്ന പെൺകുട്ടിയെ നോക്കുന്ന റോട്ടൻമയർ എന്ന സ്ത്രീ ഹൈഡിയോട് ക്ലാരയ്ക്ക് വേണ്ടി കഥകളൊക്കെ വായിച്ചു കൊടുക്കണമെന്ന് പറയാണ്. എനിക്ക് വായിക്കാനൊന്നും അറിയില്ല എന്ന് ഹൈഡി പറയുമ്പോൾ ഇവൾക്ക് വായിക്കാനൊന്നും അറിയില്ല, പക്ഷേ ഇവൾ നല്ലൊരു എൻ്റർടൈനർ ആണെന്ന് പറഞ്ഞ് ഹൈഡിയുടെ അമ്മായി അവിടെ നിന്ന് പോവുകയാണ്. ക്ലാരയും ഹൈഡിയും പരസ്പരം പരിചയപ്പെടുകയാണ്. രാത്രി ഹൈഡിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ മുത്തശ്ശനെയും അവിടുത്തെ മലകളും പീറ്ററിനെയും മുത്തശ്ശിയും എല്ലാം മിസ് ചെയ്യുവാണ്. പിറ്റേന്ന് റോട്ടൻമയർ സെബാസ്റ്റ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് അവർ പോയി നോക്കുമ്പോൾ ഹൈഡി 2 പൂച്ചക്കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ അലങ്കോലമാക്കുകയാണ്. ഈ പൂച്ചകൾ എങ്ങനെ ഇവിടെ വന്നതെന്ന് റോട്ടൻമയർ ചോദിക്കുമ്പോൾ ജനൽ തുറന്നു കൊടുത്തത് താനാണെന്ന് ഹൈഡി പറയാണ്. ദേഷ്യം വന്ന റോട്ടൻമയർ സെബാസ്റ്റ്യനോട് പൂച്ചകളെ പിടിച്ച് പുറത്താക്കാനും പിന്നെ ഹൈഡിയോട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്.
അവർ പോയ ശേഷം സെബാസ്റ്റ്യൻ ഹേഡിയോട് പൂച്ചക്കുഞ്ഞുങ്ങളെ തൻ്റെ മുറിയിലാക്കാം, ക്ലാരയുടെ അച്ഛൻ സെസമൻ വരുമ്പോൾ അദ്ദേഹത്തോട് പൂച്ചക്കുഞ്ഞുങ്ങളുടെ കാര്യം പറയാമെന്നും പറയാണ്. അങ്ങനെ ഒരു ദിവസം സെസമൻ വരുവാണ്. സെസമൻ ഹേഡിയെ പരിചയപ്പെടുന്നതിനിടയിൽ റോട്ടൻമയർ തനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് സെസമനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഹേഡിയെക്കുറിച്ച് മോശമായി പറയാണ്. ഞാൻ ക്ലാരയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് സെസമൻ പറയാണ്. ക്ലാരയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ തൻ്റെ അച്ഛന് ഹേഡിയോടൊപ്പം താൻ കളിച്ചതും അവൾ തനിക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നതുമൊക്കെ പറയാണ്. ഇത് കേട്ട് സെസമൻ റോട്ടൻമയറിനോട് ഹേഡി ഇവിടെ തന്നെ താമസിക്കും, ക്ലാരയെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ ഹേഡിയെയും നോക്കണം, അതുപോലെ 2 ദിവസം കഴിഞ്ഞ് ക്ലാരയുടെ മുത്തശ്ശി വരുവാണെന്ന് പറയാണ്. ഇത് കേട്ട് ക്ലാരയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അതുപോലെ പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്താനും സെസമൻ സമ്മതിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ക്ലാരയുടെ മുത്തശ്ശി വരുവാണ്. ക്ലാരയുടെ മുത്തശ്ശിക്കും ഹേഡി ഒരുപാട് ഇഷ്ടാവുകയാണ്. ക്ലാരയും ഹേഡിയും അങ്ങനെ ഒരുമിച്ച് സമയം ചിലവഴിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലും ഹേഡി അവളുടെ മുത്തശ്ശിനെ ഓർത്ത് വിഷമിക്കുന്നത് ക്ലാര ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഹേഡിയുടെ ബർത്ത്ഡേയുടെ അന്ന് ഹേഡിക്ക് അവർ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഹേഡിക്ക് അവളുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു അത്. ഇനി ആരാണ് ക്ലാരയ്ക്ക് ഫ്രണ്ടായി ഉണ്ടാവുന്നതെന്ന് ഹേഡി ചോദിക്കുമ്പോൾ അവളെ ഇനി മുതൽ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടാമെന്ന് ഡോക്ടർ പറഞ്ഞുവെന്ന്, നീ കാരണമാണ് അവൾ സ്ട്രോങ് ഗേൾ ആയതെന്നും സെസമൻ പറയുകയാണ്. അങ്ങനെ ഹേഡി പോകാൻ പുറപ്പെടുമ്പോൾ ക്ലാരയോട് ഒരു ദിവസം അങ്ങോട്ട് വരണമെന്ന് ഹേഡി പറയാണ്. ഹേഡി തൻ്റെ മുത്തശ്ശൻ്റെ അടുത്തെത്താണ്. മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് പഴയതുപോലെ എന്നും പീറ്ററുടെ കൂടെ കളിക്കുകയും പീറ്ററിൻ്റെയും മുത്തശ്ശിക്കും കഥകൾ വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ക്ലാര വരുന്നുണ്ടെന്ന കാര്യം ഹേഡി പീറ്ററിനോട് പറയുമ്പോൾ പീറ്റർ മൈൻഡ് ചെയ്യാതെ പോവാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് പീറ്റർ ഇങ്ങനെ പെരുമാറിയതെന്ന് ഹേഡി ചോദിക്കുമ്പോൾ, നീ ക്ലാരയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണെന്ന് മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ ക്ലാരയുടെ മുത്തശ്ശിയും അവളും വരുവാണ്. ക്ലാരയ്ക്ക് മുത്തശ്ശിക്കും അവിടം ഒരുപാട് ഇഷ്ടമാവാണ്. ക്ലാരയെ അവരുടെ വീട്ടിൽ താമസിക്കാൻ മുത്തശ്ശി സമ്മതിക്കുകയാണ്. അന്ന് വൈകുന്നേരം ആടുകളെയും കൊണ്ട് തിരികെ വന്ന പീറ്റർ ക്ലാരയുടെ വീൽചെയർ കണ്ട് അത് മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് നാശമാക്കുകയാണ്. ഇത് കണ്ട് മുത്തശ്ശൻ അവനെ വഴക്ക് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. വീൽചെയർ ഇല്ലാതെ ക്ലാരയ്ക്ക് അവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വിവരം ക്ലാരയുടെ മുത്തശ്ശിയോട് പറയാമെന്ന് മുത്തശ്ശൻ പറയാണ്. ക്ലാരയുടെ മുത്തശ്ശി അധിക ദൂരമൊന്നും എത്തിയിട്ടുണ്ടാവില്ലല്ലോ. ക്ലാരയ്ക്കാണെങ്കിൽ താൻ ഇത്രയും ദൂരം വന്നിട്ടും ഇവിടെ മുഴുവൻ കാണാൻ സാധിക്കാത്തതിൽ വിഷമിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ അവളെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി ഒരിടത്തിരുത്തുവാണ്. ഹേഡിയോടും ക്ലാരയോടും അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് മുത്തശ്ശൻ ക്ലാരയുടെ മുത്തശ്ശിയെ വിളിക്കാൻ പോവാണ്. ഹേഡി ക്ലാരയ്ക്ക് വേണ്ടി പൂ പറിച്ചു വരുമ്പോൾ പീറ്റർ ക്ലാരയോട് സംസാരിക്കുന്നത് കാണാണ്. ക്ലാരയുടെ വീൽചെയർ നശിപ്പിച്ചതിൻ്റെ പേരിൽ ഹേഡി അവനെ വഴക്ക് പറയുമ്പോൾ പീറ്റർ സോറി പറയുകയാണ്. പിന്നീട് ഹേഡിയും പീറ്ററും ക്ലാരയെ അവരുടെ ഷോൾഡറിൽ പിടിച്ച് നടത്തിക്കുകയാണ്. ആദ്യം ക്ലാരയ്ക്ക് ചെറിയ പേടിയുണ്ടായിരുന്നെങ്കിലും ഹേഡി അവളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യാണ്. ഹേഡിയുടെ മുത്തശ്ശൻ ക്ലാരയുടെ മുത്തശ്ശിയെയും കൂട്ടി അവരെ ഇരുത്തിയ സ്ഥലത്തെത്തി അവരെ കാണാതായപ്പോൾ ആകെ അത്ഭുതപ്പെടുവാണ്. ക്ലാരയ്ക്ക് നടക്കാൻ സാധിക്കില്ലല്ലോ, പിന്നെങ്ങനെ? അപ്പോഴാണ് ഹേഡിയും പീറ്ററും ക്ലാരയും നടന്നു വരുന്നത് അവർ കണ്ടത്. ക്ലാര നടക്കുന്നത് കണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഇതൊക്കെ കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ഈ സുന്ദരമായ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.